Blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആദ്യം ഞാനത് നിങ്ങളോട് പറയാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഐക്യതയോടുകൂടെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിസ്സസ് ആൻഡ് മിസ്റ്റർ എം അലക്സാണ്ടർ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഷൺമുഖൻ ഒരു പുതിയ ഭവനം ലഭിക്കാനും, അതുപോലെ ശുദ്ധ വെള്ളമുള്ള എല്ലാ ഗതാഗത സൗകര്യങ്ങളുള്ള നല്ലൊരു ഭവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിലമ്പൂരിൽ നിന്നുള്ള വെൽവിഷർ നല്ല ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഗുജറാത്തിൽ നിന്നുള്ള വെൽവിഷർ കേൾവിശക്തി കുറയുന്ന ആ പ്രയാസത്തിൽ നിന്നും പൂർണ്ണമായ വിടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വെൽവിഷർ മകൾക്ക് വേണ്ടിയിട്ടാണ്. എൻട്രൻസ് എക്സാം April 22 23 നടക്കുന്ന ആ പ്രവേശന പരീക്ഷയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. മറ്റൊരു പ്രാർത്ഥന വിഷയം ഉടുപ്പിയിൽ നിന്ന് പാക്കിയനാഥൻ മകൾ അശ്വിനിക്ക് ആരോഗ്യവും അതുപോലെ നല്ല ഭാവിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ മുടക്കുഴയിൽ നിന്നുള്ള ഒരു വെൽവിഷർ മകൻ ബേസിൽ ബേബിക്ക് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്നുള്ള അരവിന്ദാക്ഷൻ ആൻഡ് ഫാമിലി മകൻ്റെ ഇയർ പ്രോബ്ലം ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യമാക്കി. അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുപോലെ റിയാദിൽ നിന്നുള്ള ഷൈനു ഹട്ട്സ് ഒരു പ്രമോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാറിൽ നിന്നുള്ള വെൽവിഷർ ആരുടെയും സഹായമില്ലാതെ നന്നായി നടക്കാൻ കഴിയേണ്ടതിന്, ഒരു സ്ട്രോക്കിന് ശേഷമുള്ള ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കിട്ടാൻ വേണ്ടി. ഛത്തീസ്ഗഡിൽ നിന്ന് ജെയിംസ് തോമസ് കേരളത്തിലൊരു ഭവനം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബിന്ദു ദിനേഷ് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കൂടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്ന് വിജയൻ ആൻഡ് ഫാമിലി ആരോഗ്യത്തിന് വേണ്ടി എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഡൽഹിയിൽ നിന്നും അന്നമ്മ ജോൺ മകളുടെ വിവാഹം വേഗത്തിൽ നടക്കണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടയത്ത് നിന്ന് എബ്രഹാം കോശി നട്ടലിലുള്ള ഒരു ഗ്യാപ്പ് അതിൻ്റെ പൂർണ്ണ സൗഖ്യം കിട്ടും. ഞാൻ ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ വായിച്ചുള്ളുവെങ്കിലും മറ്റുള്ള അനേക പ്രാർത്ഥന വിഷയങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ട് കൈകളും ഈ വിഷയങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ച് ലോകം എമ്പാടുമുള്ള ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്ന സ്വർഗീയ ദൈവത്തിൻ്റെ കൈകൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ഓരോ വിഷയവും കർത്താവ് നിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷം മുതൽ ഇതിൻ്റെ വിടുതലുകൾ ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഫാദർ. ഇതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ, ഞങ്ങൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. എല്ലാ മഹത്വവും ഇതിലൂടെ അങ്ങയ്ക്ക് ലഭിക്കട്ടെ. Thank you, Jesus. Thank you for answering all prayer requests of Father. In Jesus' name, Amen. Thank you, sponsors, for sponsoring today's episode. Blessing Festival കോട്ടയം ഫെബ്രുവരി 20 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കിളിമാനൂർ ഫെബ്രുവരി 21 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. വിശുദ്ധനാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര.
ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം, സന്ദേശം, ഗോഡ് ഈസ് ഓൺ അവർ സൈഡ്. ദൈവം നമ്മുടെ പക്ഷത്താണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. എല്ലാവരും ചേർന്ന് പറയാമോ? ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ഒന്നുകൂടെ പറയാം. അങ്ങനെ പറയാൻ കാരണം, ഒത്തിരി പേർക്ക് ഉള്ളിലൊരു സംശയമുണ്ട്, ദൈവം എന്നോടുകൂടെ ഉണ്ടോ? ഞാൻ ഒത്തിരി പാപം ചെയ്ത വ്യക്തിയാണ്. എൻ്റെ കുരുത്തക്കേടുകൾ കൊണ്ട് ദൈവം എൻ്റെ കൂടെ നിൽക്കുമോ? ദൈവം എനിക്ക് പ്രതികൂലമാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒത്തിരി പേരുടെ അകത്തും ഉണ്ടായിരിക്കും. ഇതിൽ നിന്നൊരു തിരിച്ചറിവ് ആവശ്യമാണ്. We should know how God deals with man today. പുതിയ നിയമ കാലയളവിൽ, നമ്മുടെ ഈ തലമുറയിൽ, ഈ കാലത്ത് എങ്ങനെയാണ് ദൈവം മനുഷ്യരോട് ഇടപഴകുന്നത്? ഏത് ഭാവത്തിലാണ് ഇടപഴകുന്നത്? ദൈവം നമ്മുടെ എതിർപക്ഷത്താണോ, നമ്മുടെ പക്ഷത്താണോ? ദൈവം നമ്മോട് കോപിച്ചിരിക്കുകയാണോ? ദൈവത്തിന് നമ്മുടെ ദേഷ്യമാണോ? നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ഈ കാര്യങ്ങൾ വ്യക്തമായി ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് കാരണങ്ങളാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കുക, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ നമുക്ക് ലഭിക്കില്ല. ഒന്ന്, പാപം. എല്ലാവരും പറഞ്ഞു പാപം. ബൈബിൾ പറയുന്നു, പാപം ചെയ്യുന്നൊരു വ്യക്തി ദൈവത്തിൽ നിന്നും വേറിട്ട് പോകും, ദൈവത്തിൽ നിന്നും വേർപെട്ട് പോകും. സിൻ ക്യാൻ സെപ്പറേറ്റ് മാൻ ഫ്രം ഗോഡ്. ഏദൻ തോട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ദൈവത്തോടുകൂടെ എല്ലാ ദിവസവും നടക്കുമായിരുന്ന, സംസാരിക്കുമായിരുന്ന ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്ത സമയത്ത് ബൈബിൾ പറയുന്നത്, അവൻ തോട്ടത്തിൽ ദൈവം വന്ന സമയത്ത് ഓടി ഒളിച്ചു, മറഞ്ഞു കളഞ്ഞു. ദൈവമായിട്ട് സംസാരിക്കാനോ ദൈവത്തെ ഫേസ് ചെയ്യാനോ സാധിക്കുന്നില്ല. പാപം ചെയ്താൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതിൻ്റെ അർത്ഥം പാപമാണ് ദൈവത്തിൽ നമ്മെ അകറ്റുന്ന ഒരു ഘടകം. രണ്ടാമത്തേത് ഇഗ്നറൻസ്, അജ്ഞത. പറയാമോ? അജ്ഞത. ദൈവത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന്, ദൈവത്തോട് അടുക്കാൻ നമുക്ക് കഴിയാതെ പോകും. ഉദാഹരണത്തിന്, തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? കേൾക്കില്ലെന്നാണ് വിശ്വാസമെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവില്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസം, ശ്രദ്ധിച്ച് കേൾക്കണം. ചില ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ചിലർ മദ്യപിച്ചിട്ടാണ് വരുന്നത്. അന്നും കുടിച്ചിട്ടുണ്ട്. പക്ഷേ കുടിച്ചോണ്ട് വന്നിട്ടുള്ളവർ പോലും വിടുതൽ പ്രാപിച്ച്, സ്വാതന്ത്ര്യം പ്രാപിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും, കുടിച്ചുകൊണ്ട് പ്രാർത്ഥനാ സ്ഥലത്ത് വന്ന ദൈവം കൈക്കൊള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രാർത്ഥിക്കാൻ വരുമ്പോഴെങ്കിലും ഒന്ന് കുടിക്കാതെ വന്നുകൂടെ? പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് കുടിച്ചുകൊണ്ടാണ് ചിലർ വരുന്നത്. നല്ല മദ്യപിച്ചുകൊണ്ട് വന്നിട്ടുള്ള പലരും ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അടുത്തില്ലുമ്പോൾ ഞാൻ പൂസായി പോകുമോ എന്ന് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് കുടിച്ചുകൊണ്ട് വന്നിട്ടുള്ളവർ. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ വിടുവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. അവർ വന്നു, പ്രാർത്ഥിച്ചു, പോയി. അവർ ആസക്തിയിൽ നിന്നും വിമോചിതരായി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഏത് ഷേപ്പിൽ യേശുവിൻ്റെ അടുക്കൽ വന്നാലും യേശു സ്വീകരിക്കും. ഞാൻ ചിലപ്പോൾ സ്വീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലരൊക്കെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നമുക്കിത്തിരി ബുദ്ധിമുട്ട് കാണും, മനുഷ്യരൽ. പക്ഷേ ദൈവം രോഗികളായി വന്നാലും, പാപികളായി വന്നാലും, മദ്യപിച്ചു വന്നാലും, ചിലരൊക്കെ കുളിക്കാതെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കാതെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്ന കർത്താവ് സ്വീകരിക്കൂ? ദൈവം അതൊന്നുമല്ല നോക്കുന്നത്. കുളിച്ചുകൊണ്ട് വന്നാൽ നല്ലത്, മറ്റുള്ളവർക്ക് നല്ലത്. പക്ഷേ ദൈവം നോക്കുന്നത് മുഖത്തേക്കല്ല, ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. എനിക്കല്ല,
കൈ ഉയർത്തി ദൈവത്തിനൊരു ഹല്ലേലൂയ പറയാമോ? ഇങ്ങനെ ഒരു ദൈവം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായിപ്പോയേനെ? എന്ത് കുരുത്തക്കേട് കാണിച്ചാലും കൈക്കൊള്ളാൻ ദൈവം സന്നദ്ധനാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ യേശു നിന്നോണ്ട് പറയുകയാണ്. ഞാനിങ്ങനെ സങ്കല്പിച്ച് പറയുകയാണ്, അതവിടെ എഴുതിയിട്ടില്ല. യേശു ഇങ്ങനെ നിന്നോണ്ട് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചേക്കോ, എന്നിട്ട് പറയുവാണ്, അധ്വാനിക്കുന്നവരും, നിങ്ങൾക്ക് ആ വചനം അറിയാം, പറഞ്ഞു, ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിവിധ രീതിയിൽ അധ്വാനിക്കുന്നവരും വിവിധ ജീവിത ഭാരങ്ങൾ ചുമക്കുന്നവരുമാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചുമട്ടുതൊഴിലാളികളെയാണ് കാരണം ഭാരം ചുമക്കുന്ന ചുമട്ടുതൊഴിൽ. അതല്ല, ജീവിത ഭാരങ്ങൾ ചുമക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ജീവിതഭാരമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരീക്ഷ സമയത്തുള്ള അവരുടെ ടെൻഷൻ? ഭയങ്കര ഭാരം. ഒന്നും വേണ്ട, 5ാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി എടുത്തുകൊണ്ട് പോകുന്ന പുസ്തക ചുമട് കണ്ടിട്ടുണ്ടോ? നമുക്ക് തന്നെ കർത്താവേ, ഇയാളുടെയൊക്കെ നട്ടല്, ഈ കുഞ്ഞിൻ്റെ നട്ടല് വളഞ്ഞു പോകുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അത്രയും വലിയ ഭാരവുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ, പഠനത്തിൻ്റെ ഭാരം ഒക്കെ ചെറുപ്പത്തിലേ മുതൽ ഇന്നത്തെ മനുഷ്യൻ ചുമക്കുകയാണ്. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? അങ്ങനെയുള്ള എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവർക്ക് ആശ്വാസം നൽകും. അതാണ് യേശു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാമോ? നമ്മൾ ചില വചനങ്ങളൊന്ന് വായിക്കാൻ പോവുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങൾ. റോമാലേഖനം 8:31 മുതലുള്ള വചനങ്ങൾ മലയാളത്തിൽ ഇവിടെ വായിച്ചു കേൾക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വേദപുസ്തകം ഉണ്ടെങ്കിൽ അതിൽ നോക്കാം. ഇതിനെ സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? അതൊന്നുകൂടി വായിക്കാം. ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. എല്ലാവരും പറഞ്ഞ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇനി ഒരു കാര്യം കൂടി പറയാൻ പോവുക. ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടി പറയണ്ടേ? ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, 2 കാര്യങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ഒന്ന് പാപം, 2 അജ്ഞത. ഒന്ന് പാപം മാറ്റണം. പാപം മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? എന്നിലുള്ള പാപങ്ങൾ മുഴുവൻ ഒന്ന് കളഞ്ഞെടുക്കണം. ശരീരത്തിൽ അഴുക്കുണ്ടെങ്കിൽ നല്ലൊരു സോപ്പ് വാങ്ങി ശരിക്കൊന്ന് തേച്ച് കുളിച്ചാൽ മതി. പക്ഷേ മനസ്സിൽ, ആത്മാവിൽ, ഹൃദയത്തിൽ, ചിന്തകളിൽ ഉള്ള നമ്മുടെ പ്രകൃതത്തിലുള്ള പാപക്കറകൾ പോകാൻ സോപ്പിട്ട് കുളിച്ചാൽ പോരാ. അതിനെ മാറ്റാൻ ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് യേശു കർത്താവിൻ്റെ രക്തമാണ്. പറഞ്ഞ യേശുവിൻ്റെ രക്തം. അത് പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 1-ാം അധ്യായം 7, 8, 9 3 വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സാധാരണ ആരുടെയെങ്കിലും കൈ മുറിഞ്ഞാൽ, ശ്രദ്ധിക്കണം, കൈ മുറിഞ്ഞാൽ അതിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് ഷർട്ടിൽ വീണാൽ അത് രക്തക്കറയായിട്ട് അവിടെ കിടക്കും. പിന്നെ സാധാരണ സോപ്പൊന്നും ഇട്ടാൽ, ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ടാൽ അത് പോകില്ല, രക്തക്കറയാണ്. അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ രക്തക്കറ പോകും. എന്നാൽ യേശുവിൻ്റെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏത് പാപക്കറയെയും മാറ്റുന്ന ഒരു ശുദ്ധീകരിക്കുവാനുള്ള ശക്തി യേശുവിൻ്റെ രക്തത്തിനുണ്ട്. ചില ആളുകൾ എത്ര ഏറ്റുപറഞ്ഞാലും, എത്ര ദൈവത്തോട് പശ്ചാത്തപിച്ചാലും മനസാക്ഷിയിൽ നിന്നും പാപത്തിൻ്റെ കുത്ത് പോകുന്നില്ല. എന്നും തലയിലിങ്ങനെ, എന്നാലും അത് ഞാൻ ചെയ്തു പോയല്ലോ. ഇത് മാറണമെങ്കിൽ നല്ലൊരു സൂത്രവാക്യം ഞാനിപ്പോൾ പറഞ്ഞു തരാം. ആകെ ചെയ്യേണ്ടത്, യേശു കർത്താവ് 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് താഴെ കൊഴിയ ആ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ ആ നിമിഷം മനസാക്ഷി ക്ലീനായി. എത്ര പേർക്ക് മനസ്സിലായി? യേശു കർത്താവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ചല്ലാതെ മനസാക്ഷിയിൽ ഒരു നിർമ്മലത വരികയില്ല.
അങ്ങനെ യേശു കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടി എന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ അതുവരെയുള്ള എല്ലാ പാപങ്ങളും ക്യാൻസൽഡായി മാറുകയാണ്. എല്ലാം കർത്താവ് റദ്ദാക്കുന്നു. രണ്ടാമത്തേത് അജ്ഞതയാണ്. അജ്ഞത മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെക്കുറിച്ച് പറയുന്ന, വിവരിക്കുന്ന, വെളിപ്പെടുത്തുന്ന ബൈബിൾ പഠിക്കണം. എല്ലാവരും പറഞ്ഞേ, ബൈബിൾ പഠിക്കണം. ശരിക്കും പറ, ചുമ്മാ വായിച്ചാൽ പോരാ. ബൈബിൾ പ്രാർത്ഥനാ സമയത്ത് പലരും ഒരു അധ്യായം വായിച്ചങ്ങ് മടക്കി വയ്ക്കും. അങ്ങനെ വായിച്ചാൽ പോരാ, ബൈബിൾ പഠിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുറേശ്ശെ സാവധാനം ലളിതമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനം മനസ്സിലാകുമ്പോൾ അജ്ഞത മാറിപ്പോവും. ദൈവത്തെക്കുറിച്ചുള്ള ഒരാശയം കൃത്യമായി നമുക്ക് കിട്ടുമ്പോൾ, ഒന്ന് പാപം മാറി, ദൈവത്തെക്കുറിച്ചുകൂടി മനസ്സിലായി. അതോടുകൂടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. പറയാമോ? ഉറക്കെ ഹല്ലേലൂയ. ഇനി ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അറിയാമോ? പാപം ശരിയായ രീതിയിൽ അങ്ങ് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച പാപം അങ്ങ് കളയാൻ പോവുക. കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു. അങ്ങ് ക്ഷമിക്കണമേ. കാൽവരിയിൽ ആ കുരിശിൽ യേശു ചൊരിഞ്ഞ രക്തം എൻ്റെ സകല പാപങ്ങളുടെയും മോചനത്തിനും ശുദ്ധീകരണത്തിനുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തെ, എൻ്റെ ഓർമ്മകളെ, എൻ്റെ മനസാക്ഷിയെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ചിന്തകളെ യേശുവിൻ്റെ രക്തത്താൽ ഞാനിപ്പോൾ വിശ്വാസത്താൽ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. യേശു എൻ്റെ രക്ഷകനാണ്. ആമേൻ. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ബ്രദറിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സഹോദരിയുടെ പേര് മേഴ്സി എന്നാണ്. തൻ്റെ മകൻ ജോമിനാണ് അപ്പുറം നിൽക്കുന്നത്. ഇവർ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇവർ പറയുന്ന സാക്ഷ്യം ഏകദേശം 2013 സംഭവിച്ച ഒരു അത്ഭുത രോഗസൗഖ്യമാണ് ഇവർ പറയുന്നത്. ഈ മകൻ 2013 താൻ ഈറോഡിലുള്ള ഒരു കോളേജിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം നവംബർ മാസത്തിൽ 2013 നവംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ വെച്ച് ഈ മകനൊരു പനി വന്നു. പനി വന്നപ്പോൾ ആദ്യം 2 ദിവസങ്ങളെല്ലാം ഇതൊരു സാധാ പനി എന്ന രീതിയിൽ അവിടെ റൂമിൽ താൻ കിടന്നു. പക്ഷേ തീരെ വയ്യാതായപ്പോൾ കോളേജ് പറഞ്ഞു, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് പനി മാറിയതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടും പനി മാറിയില്ല. കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. തൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, താൻ കിടപ്പായി. പനി വന്ന് ഒരു മരുന്ന് കൊടുത്തിട്ടും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇത് സാധാ പനിയാണ്, മാറിക്കോളും എന്ന് പറഞ്ഞ് സാധാ മരുന്ന് കൊടുത്തു. പക്ഷെ മരുന്ന് കഴിക്കുന്നതല്ലാതെ പനി കുറഞ്ഞില്ല. മകൻ കിടന്ന കിടപ്പിൽ അവിടെ തന്നെ തൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങുന്ന രീതിയിലോട്ടായി. എഴുന്നേൽക്കുവാൻ പറ്റാത്ത രീതിയിൽ മകൻ കിടപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു സാധാ മനുഷ്യനുണ്ടായിരിക്കേണ്ട കൗണ്ടിനേക്കാളും വളരെ താഴെ തൻ്റെ കൗണ്ട് 4000 കുറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം താന്നിരിക്കുകയാണ്. അമ്മ പറഞ്ഞ എങ്ങനെയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ല, എന്നാൽ അതിനുവേണ്ടി എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ മകൻ നഷ്ടപ്പെടുമെന്ന രീതിയിൽ തന്നെ ഇവരെ വീട്ടിലോട്ട് അയച്ചു. വീട്ടിൽ റെസ്റ്റ് ചെയ്താൽ മതി എന്ന രീതിയിൽ അയച്ചു. അമ്മ പറയുന്നത് എങ്ങനെയാണ്, ആ സമയം ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമൊക്കെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവർ വിശ്വാസത്തോടു കൂടി പ്രെയർ കോൾ സെൻ്ററിൽ വിളിച്ച് തൻ്റെ മകൻ്റെ വിഷയം കരഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാർത്ഥനയിൽ പറയുകയും അവർ പ്രാർത്ഥിച്ച വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ മകൻ്റെ കൗണ്ട് വർധനവുണ്ടാവും, വർദ്ധിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ തന്നെ പിറ്റേ ദിവസം ഈ മകൻ്റെ കൗണ്ട് വർദ്ധിച്ചു 1,80,000 മാറി.
4,000-ൽ നിന്നും 1,80,000 ഒറ്റ ദിവസം കൊണ്ട് അതും വീട്ടിൽ കിടക്കുമ്പോൾ വേഗം തന്നെ ട്രീറ്റ്മെന്റിലല്ല, വീട്ടിൽ കിടക്കുമ്പോൾ. അതെ, വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇതെങ്ങനെയാ സംഭവിച്ചത്, ഒരു ദിവസം കൊണ്ട് എന്ത് മരുന്നാ കൊടുത്തത്? ഇവർ പറയുക, ഇവർ കൊടുത്ത മരുന്ന് പ്രാർത്ഥനയായിരുന്നു. അമ്മ പറയുന്നു, ഈ മകൻ ഈ രോഗിയായി കിടന്നപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോൻ സൗഖ്യമാകുകയാണെങ്കിൽ ഞാൻ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമെന്ന് അമ്മ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ രോഗക്കിടക്കയിൽ വെച്ച് മകൻ അതുപോലെ കഷ്ടതയിലായിരുന്നപ്പോൾ അമ്മ പറഞ്ഞ കാര്യം, എൻ്റെ മകൻ സൗഖ്യമാകുകയാണെങ്കിൽ ഞാൻ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു എപ്പിസോഡ് ചെയ്യുമെന്ന്, താൻ സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ അമ്മ പറയുന്നത് ഇങ്ങനെ, സൗഖ്യമായി പിറ്റേ ദിവസം തന്നെ താൻ ആദ്യം തൻ്റെ മനസ്സിൽ വന്നത് തനിക്ക് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം. കയ്യിൽ നോക്കിയപ്പോൾ പണമില്ല. അമ്മ പറഞ്ഞു ഇങ്ങനെയാണ്, തൻ്റെ ആഭരണങ്ങളൊക്കെ വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ച് പൈസ കണ്ടെത്തി താൻ ബ്ലെസ്സിങ് ടുഡേ സ്പോൺസർ ചെയ്യുമെന്ന് വിശ്വാസത്തോടു കൂടി നിന്നു. അപ്പോൾ തനിക്ക് പണ്ട് ഒരു LIC താൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു 30,000 രൂപ തനിക്ക് ലഭിച്ചു. താൻ ആ പണം എടുത്തു കൊണ്ടുവന്ന് താൻ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് താൻ സ്പോൺസർ ചെയ്യുവാൻ വേണ്ടി സ്വർണം വിൽക്കേണ്ടി വന്നില്ല. ഇല്ല, ഇതിനും ദൈവം വഴി തുറന്നു. അതെ, താൻ അത് പണം കൊടുക്കുവാൻ വേണ്ടി താൻ കഴിഞ്ഞ ഈ പെരുമ്പാവൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ തൊടുപുഴയിൽ നിന്നും താൻ ഇതുപോലെ ഇങ്ങോട്ട് വന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടന്നപ്പോൾ അമ്മ വന്നു. ആ പണം കൊണ്ടാണ് വരുന്നത്. വരുന്ന വഴി അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, താൻ കുറേ അധികം ഛർദ്ദിച്ചു. തനിക്ക് അധികം ദൂരം യാത്ര ചെയ്യാൻ പാടില്ല. 28 വർഷമായി യാത്ര ചെയ്ത തലവേദനയുണ്ട്. തലവേദനയുണ്ട്, വോമിറ്റ് ചെയ്യും. അതുമാത്രമല്ല, താൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, തലവെട്ടൽ. അമ്മ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താണെന്ന് അറിയില്ല, എനിക്ക് തന്നെ പറയാൻ അറിയില്ല. ഒരു മെൻ്റൽ പേഷ്യൻ്റ് എങ്ങനെയാണോ അതുപോലെയാണ് തൻ്റെ അവസ്ഥ. ആ സമയം ശബ്ദം കേൾക്കാൻ പാടില്ല. ആരെങ്കിലും ഒന്ന് വന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ നമുക്ക് വലിയ ദേഷ്യമായിരിക്കും അവരോട്. അതുപോലെ ഒരു അവസ്ഥയായിട്ടാണ് താൻ 28 വർഷമായി താൻ ജീവിച്ചിരുന്നത്. യാത്ര ചെയ്യാൻ സാധ്യമല്ല, ദൂരസ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ല. പക്ഷേ ഇത് വകവയ്ക്കാതെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുമ്പാവൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ ഹാളിൽ വന്നത്. അതെ, വരുന്ന വഴിയൊക്കെ താൻ പഴയതുപോലെ തന്നെ കുറേയധികം ഛർദ്ദിച്ചു, തലവേദനയുണ്ടായി. പക്ഷേ ഈ ഗേറ്റ്, നമ്മുടെ ഈ ഹോളിൻ്റെ ഗേറ്റ് കടന്ന് അകത്ത് കയറുമ്പോൾ തന്നെ തനിക്ക് വലിയൊരു സൗഖ്യം ലഭിച്ചതുപോലെ ഒരു തോന്നൽ വന്നു. അതിനുശേഷം താൻ ഹോളിൽ പ്രവേശിച്ച് പിന്നെ ഛർദ്ദിച്ചില്ല. ക്ഷീണമൊക്കെ മാറിയതുപോലെ തോന്നി. താൻ വളരെ സന്തോഷത്തോടു കൂടി ആരാധിച്ചു, എല്ലാം ചെയ്തു. താൻ ഇവിടെ നിന്നും മടങ്ങിപ്പോയി. ആ പണം ഇവിടെ കൊടുത്ത് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പണം കൊടുത്തുകൊണ്ട് താൻ മടങ്ങിപ്പോയി. അമ്മ പറയുന്നത് എങ്ങനെയാ, അന്ന് ആ ഗേറ്റ് കടന്നപ്പോൾ കിട്ടിയ സൗഖ്യം അത് ഇന്നും വർഷം കഴിഞ്ഞു തനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു. താൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താൻ പത്തനംതിട്ട വരെയും യാത്ര ചെയ്തു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറിയോന്നറിയാൻ 28 വർഷമായിട്ടുണ്ടായിരുന്ന ഈ തലവെട്ടലും ഛർദി മാറിയോന്നറിയാൻ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് പോയി. ഈ അമ്മ പറയുന്നു, ഇതുവരെ ഇന്നും താൻ ആ ബസ്സിന് വന്നത്, ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. തന്നെ പൂർണ്ണമായും തൻ്റെ മകന്റെ രോഗസൗഖ്യം ലഭിച്ചത് കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോൾ തൻ്റെ 28 വർഷമായ രോഗങ്ങളും യേശു എടുത്തു മാറ്റി. മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ. ബ്രദർ ഡാനിയൻ ദുബായ് ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 20-ാം തീയതി വൈകിട്ട് 5 മുതൽ 7 മണി വരെ. ഏവർക്കും സ്വാഗതം. ദിസ് ഈസ് പ്രേയർ ടൈം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കർത്താവെ ഇപ്പോൾ ജനം സ്വീകരിക്കാൻ തുടങ്ങട്ടെ. രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. മെനഞ്ചൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു. അതുപോലെ ബ്രെയിനിലുള്ള ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. സ്ട്രോക്ക് വന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങട്ടെ. കിടപ്പിലായിരിക്കുന്ന ചില രോഗികൾ യേശു കർത്താവിൻ്റെ വിരലിൽ പിടിച്ച് ഇപ്പോൾ എഴുന്നേൽക്കാൻ തുടങ്ങുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യം നടക്കട്ടെ. അരക്കെട്ടിൻ്റെ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകുന്നു. അതുപോലെ കാൽമുട്ടിനകത്ത് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾക്ക് തകരാറുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കിഡ്നികൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
അത് സംഭവിക്കട്ടെ. വിവിധ രീതിയിലുള്ള അലർജികൾ മാറിപ്പോകട്ടെ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിക്കുക. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, മിറക്കിൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമാശയത്തിലുള്ള ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ, മക്കളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സമയത്ത് കൈനീട്ടി സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ കാണാതിരിക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് പല സ്ഥലങ്ങളിലാണ്. ദുബായിൽ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. ഇതിലെല്ലാറ്റിലേക്കും നിങ്ങൾക്ക് സ്വാഗതം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, സന്ദേശങ്ങളുടെ CDകളൊക്കെ ആവശ്യമുള്ളവർക്ക് ഫോണിൽ വിളിക്കാം. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ ഇപ്പോൾ കാണിക്കുന്ന ആ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നേരിട്ട് വാങ്ങാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ഇൻ യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: രോഗസൗഖ്യം കിട്ടിയപ്പോൾ പാട്ട് എഴുതിയ രാജാവ് ആര്? Who wrote a song when he recovered from sickness? Option A Hiskiyaവ്, B Ahaz, C Ashur, D ഉസിയാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.